മാംഗല്യം. ജാൻവി, ജഗന്റെ അലർച്ചയായിരുന്നു ജാൻവി യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ജാൻവി ഒരു ഞെട്ടലോടെ പെട്ടെന്ന് തന്നെ തനിക്ക് അരികിലേക്ക് നോക്കി. ഇല്ല, ജഗൻ ഇവിടെ ഇല്ല. അപ്പോ ഇത്ര നേരം കണ്ടുമറന്നത് സ്വപ്നമായിരുന്നോന്ന് അവൾ മനസ്സിലോർത്തു. അതോർത്ത് തീരും മുമ്പേ തന്നെ ജഗന്റെ അടുത്ത വിളിയും വന്നു. വിളിയെന്നൊന്നും പറയാൻ പറ്റില്ല, അലറുകയായിരുന്നവൻ. നിനക്കെന്താ ബോധമില്ലേ? നീ എന്താ സ്വപ്നം കണ്ട് കിടക്കുവാണോ? സമയം എത്രയായിരുന്നു വല്ല വിചാരവുമുണ്ടോ നിനക്ക്? തുടരെ തുടരെയുള്ള ചോദ്യങ്ങൾ അവനിൽ നിന്ന് കേൾക്കവേ ജാനി കണ്ണുകൾ ഇറുക്കിയടിച്ച് തലയൊന്നു കുലുക്കി സ്വബോധം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. അവളുടെ കണ്ണുകൾ പതിയെ ബാത്റൂമിന്റെ വാതിൽക്ക് നിൽക്കുന്ന ജഗനിലേക്ക് നീണ്ടു. കുളി കഴിഞ്ഞുള്ള നിൽപ്പാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. 5 മണിക്ക് റെഡിയായി. സന്ധ്യാപൂജയ്ക്ക് താഴേക്ക് ചെല്ലണമെന്ന് തിരുമേനി പറഞ്ഞതല്ലേ? കനത്ത ശബ്ദത്തിൽ ജഗൻ അത് ചോദിച്ചപ്പോ ജാനി അറിയാതെ തലകുലുക്കി പോയി. ഇപ്പോൾ സമയം എത്രയായി? അവന്റെ ഭാഗത്തു നിന്നും അടുത്ത ചോദ്യം വന്നതോടെ ജാനി പെട്ടെന്ന് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഫോൺ പരതിയെടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞ സമയം കണ്ടതോടെ അവളുടെ കണ്ണു മിഴിഞ്ഞുപോയി. സമയം ഏകദേശം 5:30 അടുക്കാൻ പോകുന്നു. താനാണെങ്കിൽ ഇതുവരെ കുളിച്ചിട്ട് പോലുമില്ല. ഉച്ചയ്ക്ക് കാൽ വേദനിച്ചപ്പോ വന്ന് കിടന്ന അതേ കിടപ്പാണിപ്പോഴും. ജാനി നെഞ്ചിൽ കൈവച്ചു. പിന്നെ ജഗനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പെട്ടെന്ന് തന്നെ വാർഡ്രോബിൽ നിന്നും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ധൃതിയിൽ ബാത്റൂമിലേക്ക് കയറി. ഡോർ ലോക്ക് ചെയ്ത് കുറച്ചേറെ സമയം അവൾ ഡോറിൽ ചാരി നിന്നു. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു താഴുന്നത് അവൾ അറിഞ്ഞു. ദൈവമേ, ഇത്രയും നേരം താനിപ്പോ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നോ? ചി, എന്തൊക്കെ അനാവശ്യമാണ് ആലോചിച്ചു കൂട്ടിയത്. അവൾ മുഖം ചുളിച്ചുകൊണ്ട് മനസ്സിലോർത്തു. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു കാക്കകുളിയും പാസാക്കി ഇറങ്ങി. മുറി മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചെങ്കിലും ജഗനെ അവിടെ കണ്ടെത്താൻ അവൾക്കായില്ല. ഇതിനോടകം തന്നെ ജഗൻ താഴേക്ക് പോയിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. അതേ സമയം തന്നെയാണ് മിഥു ഡോറി തുടരെ തുടരെ തട്ടിയത്. ജാനി, ജാനി, നീ എന്തെടുക്കുവാ? മിഥു വാതിൽ തട്ടുന്നതിന്റെ ശബ്ദം കൂടിക്കൂടി വന്നതും ജാൻവി ഓടിപ്പോയി വാതിൽ തുറന്നു. മര്യാദയ്ക്ക് തല പോലും തോർത്താതെ ദേഹത്തു മൊത്തം ഈർപ്പവുമായി നിൽക്കുന്ന തനിക്ക് തൊട്ടു മുമ്പിൽ നിൽക്കുന്നവളെ മിഥു കണ്ണിച്ചുരുക്കൊന്നു നോക്കി. മിഥു ആണെങ്കിൽ പൂജയ്ക്ക് പോകാൻ തയ്യാറായി ഡ്രസ്സൊക്കെ ഇട്ടുള്ള നിൽപ്പാണ്. നീ ഇതുവരെ റെഡിയായില്ലേ ജാനി? ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 5 മിനിറ്റ് മുൻപാണ് ഞാൻ ഉണർന്നത്. മടിച്ച് ജാനി മിഥുവിനോട് പറഞ്ഞു. നല്ല കഥയായി. താഴെ എല്ലാരും നീ ഇപ്പൊ വരുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുവാ, തിരുമേനി അടക്കം. ഏട്ടൻ എന്നോട് പറഞ്ഞേ പോയി നിന്നെ വിളിച്ചോണ്ട് വരാനെന്ന്. ഇനി താമസിച്ചാൽ എല്ലാവരും നമ്മളെ വഴക്കു പറയും ജാനി. നീ വേഗം വാ, നമുക്ക് താഴേക്ക് പോകണ്ടേ? അയ്യോ മിഥു, പേടിച്ചിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. നീ ഇനി ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി താ, ജാനി പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. മിഥു പെട്ടെന്ന് തന്നെ ജാനിക്ക് വേണ്ടി ഒരു സെറ്റ് മുണ്ട് അവളുടെ മുറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നു. ധൃതിയിൽ മിഥു അത് ജാനിയെ ഉടുപ്പിച്ചു. ഒപ്പം ജാനി പെട്ടെന്ന് മുടിയൊന്ന് കെട്ടി. മുഖത്ത് ചമയങ്ങളൊന്നും ഇടാതെ അല്പം ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടുകൊണ്ട് നേരെ താഴേക്ക് നടന്നു. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കാൻ ജാനിക്ക് ചമ്മലുണ്ടായിരുന്നു. പെട്ടെന്ന് നടക്കുന്നതിനിടയിൽ ജാനി ഒരു കാൽ മുടന്തുന്നത് മിഥു അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതെന്തു പറ്റി ജാനി കാലിന്? ജാനി അവളെ കലിപ്പിച്ചൊന്നു നോക്കി. ഇത്ര നേരം ആ മുറിയിൽ കൂടെ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഓടിക്കൊണ്ടിരുന്നത്? അപ്പോഴൊന്നും നീ ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നുമോളെ, നീ കലിപ്പാകില്ലേ? ഞാൻ സത്യം പറഞ്ഞ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇവിടെ എല്ലാരും നമ്മളെ കാത്തിരിക്കുന്നതിന്റെ ടെൻഷനായിരുന്നു എന്റെ മനസ്സിൽ. എന്നാൽ പെട്ടെന്ന് ഇത് എന്തു പറ്റിയതാ? സത്യം പറയടി, ഏട്ടൻ ചവിട്ടി ഓടിച്ചതാണോ? കാര്യം ജാനിയുടെ കയ്യിലിരിപ്പ് നന്നാ അറിയാവുന്നതുകൊണ്ട് വാപുതി ചിരിച്ച് ഒരു തമാശ പോലെയാണ് മിഥു അത് ചോദിച്ചത്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിന്റെ ചേട്ടൻ കാൽ ചവിട്ടിയിരിക്കാൻ വരുമ്പോ ഇന്നാ ചവിട്ടിക്കോന്ന് പറഞ്ഞ് നിൽക്കുവല്ല ഞാന്. അതൊക്കെ പോട്ടെ, എന്നാലും കാലിന് ഇത് എന്തു പറ്റിയതാ? എന്തു പറ്റിയെന്നറിയില്ല മിഥു. ചെരുപ്പില്ലാതൊക്കെ നടന്നാൽ എനിക്കിങ്ങനെ കാൽവേദനയൊക്കെ ഉണ്ടാകും. പിന്നെ വല്ലാത്തൊരു മസിൽ പെയിനും, മാത്രമല്ല ചെറുതായി ബാക്ക് പെയിനും ഉണ്ട്. നിലത്തിരിക്കുന്നതിന്റെ കൊണ്ടാണോന്ന് അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ ബോഡി ഫുൾ പഞ്ചറാണെന്ന് തോന്നല്ലേ? മിഥു ജാനിയെ നോക്കി സ്വരം താഴ്ത്തി പറഞ്ഞതും മറുപടിയൊന്നും പറയാതെ തിരിച്ചൊരു നോട്ടം നോക്കിയതേ ഉള്ളൂ.
ആ നോട്ടത്തിൽ മിഥു അടങ്ങി. ജാനി മുടന്തി മുടന്തി താഴേക്ക് വരുന്നത് കണ്ടതും എല്ലാ മുഖങ്ങളിലും വല്ലാത്തൊരു പകപ്പ്. അത്ര നേരവും അവളെ കാണാത്തതിന്റെ അമർഷത്തിൽ നിൽക്കുമായിരുന്നു പാർവതി പോലും. അതെല്ലാം മറന്നുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ജാൻവി കാലിന്? ചോദിക്കുന്നതോടൊപ്പം അവർ ജഗനെ രൂക്ഷമായി ഒന്ന് നോക്കി. അവനാണെങ്കിൽ അവരുടെയൊന്നും നോട്ടവും ഭാവവും കണ്ടില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. അതാൻറ്റി, എനിക്ക് ചെരുപ്പില്ലാണ്ട് നടന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറെ നേരം നിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മസിൽ പെയിൻ വരും. കൊള്ളാം, അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഇതാദ്യമേ പറയണ്ടായിരുന്നു കുട്ടി. എങ്കിൽ ചെറിയൊരു കസേരയിൽ ഇരിക്കായിരുന്നല്ലോ. ആവശ്യമില്ലാത്ത ഈ വയ്യായികളൊക്കെ വരുത്തി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? പാർവതി അവളെ കരുതലോടെ നോക്കി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ജഗന്റെ ശ്രദ്ധയും അപ്പോഴാണ് ജാനിയിലേക്ക് നീണ്ടത്. ഇത്രയും നേരം ഇരുവരും ഒന്നിച്ച് ആ റൂമിലുണ്ടായിരുന്നെങ്കിൽ പോലും ഇവൾക്കിങ്ങനെ ഒരു വയ്യായിക വന്നതിനെപ്പറ്റി അവനറിവില്ലായിരുന്നു. വേദനയായിട്ട് പോലും അവളൊരു വാക്ക് തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അവനോർത്തു. വേദനയ്ക്കുള്ള എന്തെങ്കിലും മെഡിസിൻ ജാൻവിയുടെ കയ്യിലുണ്ടായിരുന്നോ? പെട്ടെന്ന് പാർവതിയിൽ നിന്നും ആ ചോദ്യം കേട്ടതും ജാൻവി ഒരു ഞെട്ടലോടെ ജഗനെ നോക്കി. അവളുടെ മനസ്സിൽ വെറുതെയെങ്കിലും കടന്നു വന്നത് ആ സ്വപ്നമാണ്. കാര്യം മനസ്സിലാകാതെ ജഗനും അവളെ തിരിച്ചു നോക്കി. പിന്നെ പതിയെ ജാൻവി വിലങ്ങനെ തലയാട്ടി. എന്തു പണിയാ കുട്ടി കാണിച്ചത്? വേദനയുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ വേദനയ്ക്കുള്ള ബാം തരില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ വേദനയ്ക്ക് നല്ല കുറവ് വന്നേനെ. കുഴപ്പമില്ല ആൻറ്റി, കുറച്ചു നേരം കിടന്നപ്പോ ചെറിയ രീതിയിൽ വേദനയ്ക്ക് മാറ്റമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവർ നേരെ പോയത് പൂജ നടക്കുന്ന ഹാളിലേക്കാണ്. ബാക്കിയുള്ളവരെല്ലാരും അവരുടെ വരവും കാത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ജാനി നിലത്തേക്ക് ഇരിക്കാൻ പോയതും പാർവതി അവളെ തടഞ്ഞു. കുട്ടി അവിടെ നിൽക്ക്, ഞാൻ പോയി അടുക്കളയിൽ പോയി ഒരു കുരണ്ടിപ്പലക എടുത്തിട്ട് വരാം, അതിലിരുന്നാ മതി. അല്പനേരം ജാനി അവിടെ തന്നെ നിന്നു. പിന്നീട് മടങ്ങി വന്ന പാർവതിയുടെ കയ്യിൽ ജാനിക്കിരിക്കാൻ പാകത്തിന് ഒരു പലകയുണ്ടായിരുന്നു. പിന്നീട് അവൾ അതിലാണ് ഇരുന്നത്. സമയമില്ലാത്തതിനെ തന്നെ സെറ്റുമുണ്ട് ധൃതിയിൽ വാരി ചുറ്റിക്കൊണ്ടാണ് അവൾ ഇറങ്ങി വന്നത്. അതിനാൽ തന്നെ അവളുടെ ശരീരത്തിന്റെ ബലഭാഗങ്ങളും അതിനിടയിൽ കൂടി വെളിവായിരുന്നു. പൂജയ്ക്ക് പങ്കെടുക്കാൻ വന്ന ചില അയൽക്കാർ സ്ത്രീകൾ അത് കാണുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതുമൊക്കെ ജഗനൊരു കണ്ണാലെ കാണുന്നുണ്ടായിരുന്നു. ജഗന് വല്ലാത്ത ദേഷ്യം തോന്നി. താൻ പറഞ്ഞതിനൊന്നും അവൾ ഒരു വില കൽപ്പിക്കാത്ത പെണ്ണാണല്ലോ എന്ന് അവൻ ഒരു മാത്രമേ ഓർത്തുപോയി. ആ അമർഷത്തോടെ തന്നെയായിരുന്നു അവൻ പൂജ നടക്കുന്ന ഹാളിലിരുന്നത്. സന്ധ്യാനേരത്ത് ജഗനും ജാൻവിയും ഒന്നിച്ചു പോയി വേണം കാവിൽ വിളക്ക് വയ്ക്കാൻ. തിരുമേനി പറഞ്ഞു. ജഗൻ ഒപ്പമുണ്ടല്ലോ എന്നൊരു സമാധാനത്തിൽ ജാൻവി തലകുലുക്കി. ഹോമകുണ്ടത്തിൽ നിന്നും അല്പം തീയ് ചിരാതിലേക്ക് പകർന്ന ശേഷം അത് വിളക്കിലേക്ക് തെളിയിച്ച തിരുമേനി. അതേ സമയം തന്നെയായിരുന്നു മുകളിലെ മച്ചിൽ നിന്നും പല്ലി വന്ന് ആ വിളക്കിന്റെ മുകളിലേക്ക് വീണത്. ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി. ജാനിക്കാണെങ്കിൽ പല്ലിയെ വല്ലാത്ത ഭയമാണ്. അവൾ ഒരു ഞെട്ടലോടെ ജഗന്റെ അരികിലേക്ക് പതുങ്ങിയിരുന്നു. ഒരു വേള അവിടെ ഇരുന്ന കുറെ അധികം ആളുകളുടെ ശ്രദ്ധ അവരിരുവരിലേക്ക് മാത്രമായി ചുരുങ്ങി. ജഗൻ ജാനിയെ അടർത്തി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാകാത്ത വിധം അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തോളിന് പിറകില് മുഖം അമർത്തിയിരിക്കുകയാണ്. ജാൻവി, എന്തായി കാണിക്കുന്നത്? ആളുകൾ ശ്രദ്ധിക്കുന്നു. അല്പനേരത്തിന് അപ്പുറവും അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അടക്കിപ്പിടിച്ച് ജഗന്റെ ശബ്ദമാണ് അവളെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കുവാനായി പ്രേരിപ്പിച്ചത്. ജഗന്റെ തോളിൽ നിന്ന് മുഖമടർത്തി ജാനി പതിയെ എല്ലാരെയും നോക്കി. അതേസമയം കോവിലകത്തുള്ളവരുടെ ഉള്ളിലെ ഭയം വർദ്ധിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, നിലവിളക്കിന്റെ മുകളിൽ പല്ലി വീഴുകയെന്ന് പറഞ്ഞാല് അതൊരു വലിയ ദുശകുനമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. എന്നാൽ ജാനിക്കാണെങ്കിൽ ഇതൊന്നും അറിയാത്തത് കൊണ്ട് അവൾക്കങ്ങനെ പേടിയൊന്നും തോന്നിയതുമില്ല. എന്താ തിരുമേനി ഈ ലക്ഷണങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? പെട്ടെന്ന് സേതുനാഥന്റെ ശബ്ദം അവിടെ മുഴുങ്ങിക്കേട്ടതും ജാൻവി അടക്കം എല്ലാവരും ഒരു വേള സേതുനാഥനെയും പിന്നെ തിരുമേനിയെയും മാറി മാറി നോക്കി. എന്തോ വലിയ അപകടം നടക്കാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ദുസൂചനയായിട്ടാണ് ഇതിനെ ശാസ്ത്രത്തെ കണക്കാക്കുന്നത്.
തിരുമേനി പറഞ്ഞ വാക്കുകൾ ജാനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ അല്പം നേരം വേണ്ടി വന്നു. ഉള്ളിൽ ഉയർന്ന ഒരു ആന്തലോടെ അവൾ ജഗന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ഇപ്പോഴും സ്ഥായി ഭാവമാണ്. ഇതിന് പരിഹാരമൊന്നും ഇല്ലേ തിരുമേനി? കഴുത്തിൽ കിടന്ന രുദ്രാക്ഷത്തിൽ കൈമുറുക്കിക്കൊണ്ട് സേതുനാഥൻ ചോദിച്ചു. ഒട്ടൊരു നേരത്തെ ആലോചനകൾക്ക് ശേഷം തിരുമേനി സംസാരിച്ചു തുടങ്ങി. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ? തിരുമേനി ജാൻവിയെ നോക്കി സേതുനാഥനോടെ ചോദിച്ചു. രണ്ടുപേരും ഉണ്ട്. എങ്കിലൊരു കാര്യം ചെയ്യൂ. ഈ പൂജയുടെ സമാപന ദിവസമായ മറ്റന്നാൾ അവർ ഇരുവരോടും തീർച്ചയായും ഇവിടെ ഉണ്ടാകാൻ പറയണം. അതായത് പൂജ തുടങ്ങി തീരുന്ന സമയം വരെ അവരിവിടെ ഉണ്ടാകണം. അവരുടെ ഒരു സാമീപ്യത്തിൽ കൂടെ മാത്രമേ ഈ പൂജ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കൂ. തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ ഞെട്ടലോടെയാണ് ജാൻവി കേട്ടിരുന്നത്. അമ്മയും അച്ഛനും വരുമോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഇപ്പോഴും ഉറപ്പില്ല. ചിലപ്പോൾ തന്റെ ജീവൻ അപകടത്തിലാണെന്നറിയുമ്പോൾ ഉറപ്പായും വരുമായിരിക്കുമെന്ന് ജാൻവി മനസ്സിൽ കണക്കുകൂട്ടി. ഇനി അധികം വൈകിക്കാതെ സന്ധ്യാദീപം തെളിയിക്കാൻ കാവിലേക്ക് നടന്നോളൂ. ഇന്ന് കാവിലേക്ക് ഇവർ രണ്ടുപേരും പോകുന്ന വേളയിൽ ബാക്കിയുള്ളവർ തുളസിത്തറയിലും പൂജാമുറിയിലും തിരി തെളിയിച്ച ശേഷം ഇവിടുത്തെ സന്ധ്യാപ്രാർത്ഥനകളിൽ ഏർപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ടാവണം. തിരുമേനി പറഞ്ഞതും എല്ലാവരും തല കുലുക്കി അനുസരിച്ചു. ജഗന്റെ സാമീപ്യം ജാൻവിക്ക് പകർന്നു നൽകിയ ധൈര്യം വളരെ വലുതായിരുന്നു. പല്ലി വീണ സമയം വിളക്കിലുണ്ടായിരുന്ന എണ്ണയും തിരിയും ആ ഹോമകുണ്ടത്തിലേക്ക് സമർപ്പിച്ച തിരുമേനി ആളിക്കൊണ്ടിരിക്കുന്ന തീ അല്പം കൂടി ഉയർന്നു കത്തി. ശേഷം മറ്റൊരു വിളക്കിൽ തിരിയിട്ട് അത് ജാനിയുടെ കയ്യിലേക്ക് കൊടുത്ത തിരുമേനി കത്തിച്ചു പിടിച്ച ദീപവുമായി സന്ധ്യ മയങ്ങിയ നേരത്ത് അവൾ ജഗനൊപ്പം കാവ് ലക്ഷ്യമാക്കി നടന്നു. പകൽ പോലും കറുപ്പ് തിങ്ങി നിറഞ്ഞ കാവിന്റെ സന്ധ്യാനേരത്തുള്ള അവസ്ഥ അതിലും ഭീകരമായിരുന്നു. വല്ലാത്തൊരു കറുപ്പും നിഗൂഢതയും വിളിച്ചോതുന്ന കാവ്. ജഗനാണ് മുന്നേ നടന്നത്. അവന് തൊട്ടു പിന്നാലെ ജാൻവി. കാറ്റ് ശക്തി കൂടിയും കുറച്ചും വീശിയടിച്ചു. ദീപം കെട്ടുപോകാതിരിക്കാനായി അവൾ ഇടം കൈയാൽ വിളക്ക് പിടിച്ച് വലം കൈകൊണ്ട് കത്തുന്ന ദീപങ്ങൾക്ക് സുരക്ഷയൊരുക്കി നടന്നൊരുവിധം കാവിലെ കൽവിഗ്രഹങ്ങൾക്ക് മുൻപിലെത്തിയവർ. ഇത്ര നേരവും ഇല്ലാതിരുന്ന ഒരു ആശ്വാസം ജാനിക്ക് ആ നിമിഷം തോന്നി. വിളക്ക് വെക്കൂ. ജഗന്റെ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി. വിളക്ക് അവൾ വിഗ്രഹങ്ങൾ സാക്ഷിയാക്കി നിലത്തേക്ക് വെച്ചു. കണ്ണുകൾ ഇറുക്കിയടിച്ച് പ്രാർത്ഥിക്കുവാനായി ജാനിക്ക് ഭയം തോന്നി. സിനിമകളിൽ പ്രേതം പ്രത്യക്ഷപ്പെടുന്ന അന്തരീക്ഷത്തെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ആ കാവിന്റെ രൂപഭംഗി. നല്ല മണം വരുന്നുണ്ടല്ലോ ജഗൻ. മൂക്ക് വിടർത്തി ചുറ്റുപാടും പടർന്ന ആ മനമയക്കുന്ന ഗന്ധം ആസ്വദിച്ചുകൊണ്ടാണ് അത്ര നേരമായിട്ടും ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ കടാക്ഷിക്കാതിരുന്ന ജഗനോട് ജാനി സംസാരിച്ചു തുടങ്ങിയത്. അവന്റെ രൂക്ഷമായൊരു നോട്ടമാണ് അവൾക്ക് ലഭിച്ച മറുപടി. ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് എന്തിനാ? പറയാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ? അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഒരു വികൃതിക്കുട്ടിയുടെ ഭാവമായിരുന്നു അവൾക്കപ്പോ. വെറുതെയെങ്കിലും അവളെ ഒന്ന് കളിപ്പിക്കാൻ അവന് തോന്നി. നിനക്കറിയണോ അതെന്തിന്റെ മണമാണെന്ന്? ജഗന്റെ ചോദ്യം കേട്ടതും ജാനി ആകാംക്ഷയോടെ തലകുലുക്കി. ഏഴിലമ്പാല പൂത്ത മണമാണത്. ജാനിക്ക് ഏഴിലമ്പാലയും അതിന്റെ പിന്നിലെ കഥകളും ഒന്നും തന്നെ അറിയില്ല. അത് ജഗന് മനസ്സിലാക്കാൻ കാരണം കെട്ടുകഴിഞ്ഞപ്പോൾ മുതലുള്ള ജാനിയുടെ നിൽപ്പും ഭാവങ്ങളുമായിരുന്നു. ഏഴിലമ്പാല എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ല. തെളിഞ്ഞു കത്തുന്ന ദീപത്തിലേക്ക് നോക്കി ചുമൽ കൂച്ചിക്കൊണ്ട് ജാനി പറഞ്ഞു. ഏഴിലമ്പാല പൂക്കുമ്പോഴാണ് ആത്മാക്കൾ മനുഷ്യർക്കിടയിലേക്ക് വരുന്നത്. ഈ പാല പൂക്കുമ്പോഴുള്ള സുഗന്ധം കിട്ടുന്നവർക്കെല്ലാം അവരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. ജഗൻ ജാനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. മാറി മറിഞ്ഞു വരുന്ന അവളുടെ ഭാവങ്ങൾ അവനിൽ ചിരിപടർത്തി. പക്ഷെ അത് അവൾ കാണാതെ സമർത്ഥമായി മറച്ചു പിടിച്ചവൻ. ശരിക്കും പ്രേതങ്ങളുണ്ടോ? വിട്ടുവിട്ടുപോയ വാക്കുകൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ജാനി. അവളുടെ പേടി കണ്ടതും ജഗൻ അവളോട് കൂടുതൽ പറയാനായി വളരെ താല്പര്യം തോന്നി. പിന്നെ പ്രേതങ്ങളില്ലാതെ നീ സൂക്ഷിച്ചൊന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് ചുറ്റും നമ്മളല്ലാതെ മറ്റാരേലും ഉണ്ടോന്ന്.
പ്രേതം നായയായും നരിയായും വരുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അടക്കി പിടിച്ചുകൊണ്ട് ജഗനത് പറഞ്ഞതും ജാനി ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവനോട് കൂടുതൽ ചേർന്നു. അവളുടെ കണ്ണുകൾ നാലുപാടും ചുറ്റി. ആരുമില്ലല്ലോ എന്ന സമാധാനത്തിൽ ജാനി ജഗന്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്നാണ് കരിയിലത്തുണ്ടുകൾ അരങ്ങുന്നത് പോലൊരു ശബ്ദം ജാനിയുടെ കാതിൽ പതിഞ്ഞത്. ഒന്നും ചിന്തിക്കാതെ ജാനി അവനെ ഇറുക്കി പുണർന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല അവളുടെ ആ നീക്കം. കരിയിലിറങ്ങുന്ന ശബ്ദം അവർക്കടുത്തേക്ക് വന്നതും ഭയത്തോടെ ജാനി ചുറ്റും നോക്കി. അനങ്ങല്ലേ, പാമ്പെന്തോ ഇഴയുന്നുണ്ട്. അതാണ് ഈ ഉണക്ക കരിയിലകൾ അനങ്ങുന്ന ശബ്ദം. ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ജാനി ജഗന്റെ കാൽപാദത്തിലേക്ക് കയറി നിന്നു. അവന്റെ തോളിൽ കൂടി കൈയിട്ട് അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നവൾ. അവളുടെ ശരീരത്തിന്റെ നേരിയ വിറയിൽ നിന്ന് തന്നെ ജഗന് മനസ്സിലായി അവൾ ഭയന്നുവെന്ന്. യാന്ത്രികമായി ജഗന്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്നായതുകൊണ്ട് അവൻ പിടിച്ചത് അനാവൃതമായി അവളുടെ വയറിലേക്കാണ്. അവളുടെ വയറിന്റെ ഇടതുവശത്ത് അവന്റെ വലങ്കൈ അമർന്നു. ജാനിയുടെ ചൂടുശ്വാസം ജഗന്റെ നെഞ്ചിൽ പതിച്ചു. കരിയില തുണ്ടുകൾക്ക് മുകളിലൂടി ഇഴഞ്ഞു നീങ്ങിയ നാഗം കാവിലെ കൽവിഗ്രഹങ്ങൾക്ക് പിന്നിലെത്തിയതും പതിയെ അപ്രത്യക്ഷമായി. എന്നാൽ ഇതൊന്നും അറിയാതെ ആ രണ്ടുപേര് അവരുടെ നിൽപ്പ് തുടർന്നു. തുടരും. ഒരു പാർട്ട് കൂടി തന്നേ. നിങ്ങൾ കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ദയവേത് സപ്പോർട്ട് ചെയ്യണം.